ഇത് ഞാൻ മിനിഞ്ഞാന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ അന്ന് തന്നെ എൻ്റെ അടുത്ത് ബിസ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതായത് ഇന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സോറി ബിസ്മി, എൻ്റെ തൊണ്ട ശരിയല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് കുറഞ്ഞതൊരു 10-30 തവണയെങ്കിലും വോയിസ് ഓവർ ചെയ്താണ്. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. പക്ഷേ നാളെ അപ്ലോഡ് ചെയ്യാൻ വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിന്നത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും 30 വട്ടമൊക്കെ ഞാൻ ട്രൈ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ എങ്ങാനും ശരിയായാലോ. ഈവനിങ് ഞാനിങ്ങനെ ബിസ്മിയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് അവൾ പറഞ്ഞത്, എടി വീട്ടിലോട്ട് വാ നോമ്പ് തുറക്കാനെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പം ഞാനിങ്ങനെ അവളുടെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, നിൻ്റെ വീട്ടിലോട്ട് വരണോ അതോ എൻ്റെ വീട്ടിലിരുന്ന് മുറിക്കണോ? അപ്പം അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവൾ വിളിച്ച് പറയാം, അപ്പം നീ എന്തെങ്കിലും കഴിച്ചാൽ മതി. അപ്പോഴത്തേക്കുമാണ് അവൾ പറഞ്ഞത്, എടി എനിക്കിന്നിനി ബസ്സിൽ കയറാൻ വയ്യ, നീ ഒന്ന് എന്നെ പിക്ക് ചെയ്യാൻ വരുമോയെന്ന്. അങ്ങനെ പിന്നെ അവളെ വർക്ക് പ്ലേസിൽ പോയിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് നേരെ അവളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് നിന്നിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആ ഒരു സൺസെറ്റിൻ്റെ ലൈറ്റ്നിങ് ഉണ്ടായിരുന്നു. എനിക്ക് തൊണ്ട വയ്യെന്ന് എനിക്ക് ഈ വയ്യാത്ത തൊണ്ടയും വെച്ചാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യണത്. ഇടയ്ക്കിടയ്ക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ മുറ്റത്ത് നിന്നിട്ട് സൺസെറ്റൊക്കെ നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് അവിടെ കുന്തിരിക്കം കത്തിച്ചത്. നല്ല സ്മെല്ലായിരുന്നു. ആ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലും വലിച്ചേറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ബാങ്ക് ഇതുവരെ വിളിച്ചില്ല. അങ്ങനെ ഉലാത്തി കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ആകാശമൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും ബിസ്മിയുടെ ആടൊക്കെ എല്ലാവരും ഔട്ടിങ്ങിന് പോയിട്ട് ഇതാ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ വീണ്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ ആകാശത്തോട്ട് നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു സൺസെറ്റിൻ്റെ ലൈറ്റ്നിങ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ടെറസിൽ കയറി നോക്കാമെന്ന്. അങ്ങനെ അവളുടെ വീട്ടിൽ ടെറസിൽ കയറാൻ പോയപ്പോഴത്തേക്കും ടെറസ് ഇങ്ങനെ അടച്ചു വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞാനത് തുറക്കാനൊന്നും പോയില്ല. സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഫൈനലി 6:39 ആയപ്പോൾ ബാങ്ക് വിളിച്ചു. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോഴത്തേക്കും ആദ്യം ഞാൻ ഈന്തപ്പഴമായിരുന്നു കഴിച്ചത്. ഈന്തപ്പഴം കഴിച്ചിട്ടാണ് പിന്നെ ഈ ജ്യൂസ് കുടിച്ചത്. അങ്ങനെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കപ്പ കഴിച്ചു, പിന്നെ ഇടിയപ്പവും ചിക്കനും കഴിച്ചു. അങ്ങനെ ഏതാണ്ടൊക്കെയോ കഴിച്ച് മറ്റേ പാമ്പ് ഇരവിഴുങ്ങിയ പോലെ ഇരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ കക്കാന്ന് ഈ ചിരിക്കുന്നത്. ബിസ്മിയുടെ കസിനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് അവരുടെ കോൺവെർസേഷൻ കേട്ടിട്ട് എനിക്കങ്ങ് ചിരി വരുമായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ഞാൻ 1.5 മണിക്കൂർ കൊണ്ടാണ് വോയിസ് ഓവർ ചെയ്തത്. ഇത്ര നേരം നിന്നിട്ട് എനിക്ക് കാല് വേദനിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.